അപ്പോഴേ ഇതാ ഈ കാണുന്ന കണ്ടോ, ഇത് നമ്മുടെ മരമുന്തിരി ആണേ. മരമുന്തിരി അല്ലെങ്കിൽ ജമ്പോട്ടിക്കാവ എന്ന് പറയുന്ന ചെടിയുടെ പഴമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചെടി നിറയെ ഇപ്പം പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് പിച്ചെടുക്കാമെന്നേ. നല്ല മധുരമുള്ള പഴങ്ങളാണ് ജമ്പോട്ടിക്കാവയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിൻ്റെ തടിയിലാണ് ഈ പഴങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ മുന്തിരിങ്ങ പോലെ തന്നെ ആയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ മുന്തിരിങ്ങയുടെ അതേ കളറും മധുരമൊക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് ആ തൊലിക്ക് ഒരു ഞാവൽപ്പഴത്തിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോഴേ ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു തവണ പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും കായ അതിനകത്ത് പഴുക്കാൻ കാണും. പിന്നെ അപ്പോഴത്തേക്കിന് നിറയെ പൂക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പം ഒരു പൂ വിരിഞ്ഞിട്ട് ഒരു 21 ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് പഴുത്ത് കായാവും. അപ്പം 21 ദിവസത്തെ താമസമേ ഉള്ളൂ കേട്ടോ ഒരു ഫ്രൂട്ടാകാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ നിറഞ്ഞങ്ങ് പിടിക്കും. ഇതിൻ്റെ തണ്ടിനകത്തൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കായകളുണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ കുറച്ചിപ്പം പിച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കിളി കൊണ്ടുപോയിരിക്കാൻ വേണ്ടിയിട്ടേ വലയിട്ടിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ വിത്തുകൾ നമ്മളിവിടെ മുളപ്പിച്ചിട്ട് വേറെ തൈകളൊക്കെ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പഴം എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആദ്യമേയൊക്കെ ഞാനിതിൻ്റെ ഒരു 4 പഴം വാങ്ങിച്ചപ്പോൾ തന്നെ ഒരു 500-600 രൂപയായി. അതിൻ്റെ ഒരു ഫ്രൂട്ടിന് തന്നെ നല്ല വിലയുണ്ടായിരുന്നു. ഇപ്പം വലിയ വിലയൊന്നും ഇല്ല ഇത് കേട്ടോ. ഇതൊക്കെ ഇപ്പം നമുക്ക് വാങ്ങിച്ച് വെക്കാൻ പറ്റുന്ന വിലയേ ഉള്ളൂ. ഇപ്പം 150 മുതൽ ചെറിയ തൈകളൊക്കെ കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ചെവിട് നിറയെ കാന്നിപ്പുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നോ എന്ന് അറിയത്തില്ല. അതിൻ്റെ ചെവിട് മൊത്തം ചെറിയ കായ്കളിപ്പം പിടിച്ച് വരുന്നുണ്ട്. അപ്പം പഴുത്തത് കുറച്ചേ ഉള്ളായിരുന്നു. അത് ഞാനിപ്പം പിച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയും കുറച്ച് നമ്മൾ എടുത്തായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനത് പിച്ചി എടുക്കാൻ വന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ പിച്ചി എടുത്തതിൻ്റെ കൂടെ ഒരു പച്ചക്കായും കൂടെ അതിൻ്റെ കൂടെ കിട്ടി കേട്ടോ. അപ്പം അത് കൊള്ളത്തില്ല, അത് ടേസ്റ്റ് ഒന്നും കാണത്തില്ല. നന്നായിട്ട് ഈ പഴുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിന് ടേസ്റ്റ് വരുത്തുള്ളൂ. അപ്പോൾ പഴുത്ത് നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് മാറുമ്പോഴാണ് കറക്റ്റ് ഇതിന് ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ തൈകളൊക്കെ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് വെക്കുക. അപ്പോൾ ഇതിനെ കഴിക്കുന്നതിനേക്കാളുപരി ഇതിനകത്ത് ഇങ്ങനെ ഇത് പിടിച്ച് നിൽക്കുന്നതും ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പോൾ അതിൻ്റെ തണ്ട് നിറയെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണുന്നത് തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു പൾപ്പിനൊക്കെ നല്ലൊരു മധുരമുണ്ട്. പിന്നെ അതിനകത്ത് 1-2 വിത്തുകൾ കാണും. അപ്പോൾ ആ വിത്തുകൾ നമുക്ക് മുളപ്പിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതേപോലെ നല്ല പൾപ്പുണ്ട് അതിനകത്ത്. നമ്മുടെ റംബൂട്ടാൻ്റെ ഒക്കെ കൂട്ട് പൾപ്പുണ്ട്. പക്ഷേ ചെറിയ 1-2 അരികൾ അതിനകത്ത് കാണും. അപ്പോൾ ഇങ്ങനെ ഈ മരമുന്തിരി കുറേ തരത്തിൽ ഉള്ള മരമുന്തിരിയുണ്ട്. കുറേ ടൈപ്പ് മരമുന്തിരിയുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാനിവിടെ വെച്ചിരിക്കുന്നത് റെഡ് ഹൈബ്രിഡ് അതിനമാണ് കേട്ടോ. അപ്പോൾ അത് വേഗത്തിൽ കായ്ക്കും. പിന്നെ അതേപോലെ ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. പിന്നെ അതേപോലെ കുറേ ടൈപ്പ് വെറൈറ്റികളുണ്ട്. ചിലതൊക്കെ കായ ഉണ്ടാകാൻ താമസമാണ്, ചിലത് പെട്ടെന്ന് കായ ഉണ്ടാകും. അതായത് ഒരു വലിയ ചെടിയാണ് കേട്ടോ. ഞാൻ നമ്മുടെ ഒരു ചെടിച്ചട്ടിക്കകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അന്ന് മുതലേ നന്നായിട്ട് കായകളൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ.